നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. മാസപ്പടി കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് SFIO. വിവരങ്ങൾ തേടി EDയും രംഗത്ത്. പിണറായിയുടെ രാജി ആവശ്യം ശക്തമാക്കി പ്രതിപക്ഷം. വീണയെ പ്രതി ചേർത്തത് രാഷ്ട്രീയ അജണ്ടയെന്ന് MV ഗോവിന്ദൻ. BJP നേതാക്കൾക്ക് മുനമ്പത്ത് സ്വീകരണം. പാർട്ടിയിൽ അംഗത്വമെടുത്ത 50 പേർ. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ഇന്ത്യ സഖ്യം സുപ്രീംകോടതിയിൽ. രാഹുലിന്റെയും പ്രിയങ്കയുടെയും മൌനത്തെ വിമർശിച്ച സമസ്ത. ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്നത് നോക്കി നിൽക്കാനാകില്ലെന്ന് ദീപിക മുഖപ്രസംഗം. ജബൽപൂർ ചോദ്യത്തിൽ ക്ഷുഭിതനായി സുരേഷ് ഗോപി. പറയാൻ സൌകര്യമില്ലെന്ന് കേന്ദ്രമന്ത്രി. നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമാരാ ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. പ്ലീസ് ബി കെയർഫുൾ. സൗകര്യമല്ല പറയാൻ. ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും. സുരേഷ് ഗോപിക്ക് ഒരു തിരക്കഥാകൃത്തിനെ ആവശ്യമുണ്ടെന്ന് പരിഹസിച്ച് ജോൺ ബ്രിട്ടാസ്. കത്തോലിക്ക സഭയെ ജബൽപൂർ ഓർമ്മിപ്പിച്ച് VD സതീശൻ. എമ്പുരാൻ വിവാദത്തിന് പിന്നാലെ ഗോകുലം ഗോപാലിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും റെയ്ഡ് നടത്തി ED. 1000 കോടിയുടെ വിദേശ നാണയ ചട്ടലംഘനം കണ്ടെത്തി എന്ന് ED. ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്തു. CPM പാർട്ടി കോൺഗ്രസിൽ ചർച്ചയായി ആശാസമരം. പിണറായി സർക്കാരിന് വിമർശനം. സ്ത്രീകളുടെ സമരത്തോട് ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടതെന്ന് പ്രതിനിധികൾ. വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറായി സമരക്കാർ. സമയം അനുവദിക്കാതെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസ്. മലയാളത്തിന്റെ പ്രണയ നായകനും വിട. രവികുമാറിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് സിനിമാ ലോകം. സംസ്കാരം നാളെ ചെന്നൈയിൽ. നടനും സംവിധായകനുമായ മനോജ് കുമാറിന് വിട നൽകാൻ ബോളിവുഡ്. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. തസ്ലിമ സുൽത്താനയ്ക്ക് കർണാടകയിലും ലഹരി വിൽപ്പന. മട്ടാഞ്ചേരി കേന്ദ്രീകരിച്ചുള്ള ഗുണ്ടാസംഘങ്ങളുമായും ബന്ധം. തസ്ലിമയുടെ വ്യാജ ആധാർ കാർഡിന്റെയും ഡ്രൈവിംഗ് ലൈസൻസിന്റെയും പകർപ്പ് ന്യൂസ് 18. IPLൽ ഇന്ന് മുംബൈ ലക്നൌ പോരാട്ടം. ഹാർദിക് പാണ്ഡ്യയും ഋഷഭ് പന്തും നേർക്കുനേർ. മത്സരം വൈകിട്ട് 7:30 മുതൽ ലക്നൌവിൽ. വാർത്തയിലേക്ക് വിശദമായി. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ പ്രതിയായ മാസപ്പടി കേസിൽ കുറ്റപത്രം വിചാരണ കോടതിക്ക് കൈമാറി. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന JMFC കോടതിക്കാണ് കുറ്റപത്രം കൈമാറിയത്. എറണാകുളം ജില്ലാ കോടതിയുടേതാണ് നടപടി. സേവനമൊന്നും നൽകാതെ വീണ വിജയൻ 2.70 കോടി കൈപ്പറ്റിയെന്നാണ് SFIOയുടെ കണ്ടെത്തൽ. CMRലിന് പുറമെ എംപവർ ഇന്ത്യ എന്ന കമ്പനിയിൽ നിന്നും പണം എക്സാലോജിക്കിലേക്ക് എത്തി. ശശിധരൻ കർത്തയും ഭാര്യയുമാണ് എംപവർ ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർമാർ. പ്രതികൾക്കെതിരെ കമ്പനികാര്യ ചട്ടം 447 വകുപ്പാണ് ചുമത്തിയത്. 6 മാസം മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ് ഇത്. മാസപ്പടി കേസിൽ EDയും രംഗത്ത്. കേസിൽ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചതോടെ SFIO ഉദ്യോഗസ്ഥരിൽ നിന്നും ED വിവരങ്ങൾ തേടി. ഷെഡ്യൂൾഡ് ഒഫൻസ് വന്നതിനാൽ ED കേസ് നിലനിൽക്കുമെന്നാണ് EDയുടെ നിഗമനം. പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചതോടെ വീണയടക്കമുള്ള പ്രതികൾക്ക് സമൻസും അയക്കും. അറസ്റ്റിലേക്ക് നീങ്ങുമോ എന്നത് നിർണായകമാണ്. CPM ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുന്നുണ്ടെങ്കിലും മാസപ്പടി കേസിലെ തുടർ നീക്കങ്ങൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണ ടിക്ക് നിർണായകമാണ്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടിയത് ചെയ്യാത്ത സേവനത്തിനുള്ള പണമാണെന്ന് വ്യക്തമാക്കുകയാണ് SFIO. CMRൽ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യ എന്നിവയിൽ നിന്ന് 2.7 കോടി വീണ കൈപ്പറ്റിയത് കമ്പനി നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായ സാമ്പത്തിക വഞ്ചനയെന്നാണ് കണ്ടെത്തൽ. ഇപ്പോൾ പുറത്തുവന്നത് ചാർജ് സമ്മറിയിലെ വിവരങ്ങളാണ്. പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചതോടെ തുടർ നീക്കങ്ങൾ SFIO വേഗത്തിലാക്കാനാണ് സാധ്യത. മുഖ്യമന്ത്രിയുടെ മകൾ വീണ അടക്കമുള്ളവർക്ക് സമൻസ് അയക്കും. രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസിൽ അറസ്റ്റിലേക്ക് നീങ്ങുമോ എന്നതും നിർണായകമാണ്. SFIO കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ EDയും നടപടികൾ ആരംഭിച്ചു. SFIO ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ തേടി.
ഷെഡ്യൂൾഡ് ഒഫൻസ് വന്നതിനാൽ ED കേസ് നിലനിൽക്കുമെന്നാണ് ഏജൻസിയുടെ നിലപാട്. അതേസമയം കുറ്റപത്രം റദ്ദാക്കാൻ പ്രതികൾ കോടതിയെ സമീപിച്ചേക്കും. CMRLന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും CFOയും CGMും അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും വിചാരണ നേരിടണം. ന്യൂസ് 18 തിരുവനന്തപുരം. വീണ വിജയന് രാഷ്ട്രീയ പ്രതിരോധമുയർത്തി CPM. തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരെയുള്ള ഗൂഢാലോചനയാണ് ഇപ്പോഴത്തെ നീക്കങ്ങളെന്നാണ് വിശദീകരണം. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യം കൂടുതൽ ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. ഇന്നലെ പാർട്ടി കോൺഗ്രസിനിടെ വന്ന വാർത്ത CPM കേന്ദ്രങ്ങളിൽ ആശങ്കയുണ്ടാക്കി. വാർത്ത അറിഞ്ഞില്ലെന്ന് പറഞ്ഞ നേതാക്കൾ ആദ്യം പ്രതികരിക്കാനും മടിച്ചു. പിന്നെ മുഖ്യമന്ത്രിയെയും മകളെയും പ്രതിരോധിക്കാൻ മാർച്ച് പാസിലെന്ന പോലെ നേതാക്കളും മന്ത്രിമാരും അണിനിരന്നു. SFIO ഇങ്ങനെയൊരു നാടകം നടത്തിയതിന്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയാണ്. ഒരു നിയമപരമായിട്ടുള്ള നിലപാടുമല്ല. ഗവൺമെന്റോ മുഖ്യമന്ത്രിയോ രണ്ട് കമ്പനികൾ തമ്മിലുണ്ടാക്കിയിട്ടുള്ള കരാറുമായിട്ട് ബന്ധപ്പെട്ട് വഴിവിട്ട ഒരു സഹായവും നൽകിയിട്ടില്ല. പാർട്ടി കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ നേതൃത്വ ശക്തിയായി പ്രവർത്തിക്കുന്ന CPIMനെ കളങ്കപ്പെടുത്തുന്നതിന് മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്ത് രാഷ്ട്രീയ ശക്തിയായ കടന്നാക്രമണം നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം മാത്രമാണ്. മുഖ്യമന്ത്രിയെ കേസുമായി ബന്ധിപ്പിക്കാൻ ഒരു തെളിവില്ലെന്നും നേതൃത്വം പറയുന്നു. കോടതി കേസെടുക്കാൻ ആവശ്യമായിട്ട് യാതൊന്നും ഇതിലില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞ അവസരത്തിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവിനെ പോലും മറികടന്നുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. ഇപ്പോൾ വന്നിട്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ്. അതിനകത്ത് പാർട്ടി ഗവൺമെന്റ് അവരുടെ സമീപനത്തെ സംബന്ധിച്ച് കോടതികളുടെ വിധിപ്പകർപ്പുകൾ നമ്മുടെ മുൻപിലെല്ലാം ലഭ്യമാണ്. ഇത് സംബന്ധിച്ച് പാർട്ടി നേതാക്കന്മാർ സംസാരിച്ചു കഴിഞ്ഞു. സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ സംസാരിച്ചു. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. വീണ്ടും വീണ്ടും ഇത് ഒരു രാഷ്ട്രീയ പ്രശ്നമായി ഉന്നയിക്കാനും എന്നും ഇതിന്റെ പേരിൽ വിവാദം ഉണ്ടാക്കാനുമായിട്ടുള്ള ശ്രമം ആസൂത്രിതമായി നടക്കുന്നുണ്ടെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമാണെന്നാണ് ഞാൻ കരുതുന്നത്. 3 വിജിലൻസ് കോടതികളും ഹൈക്കോടതിയും തള്ളിയ കേസിലെ SFIO നിഗമനങ്ങൾ ഗൂഢാലോചനയെന്നാണ് CPMന്റെ വാദം. അതേസമയം കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രിയുടെ മകളെ കൂടുതൽ കുരുക്കിലാക്കിയതോടെ പ്രതിപക്ഷവും കൂടുതൽ കടുപ്പിക്കുന്നു. ധാർമ്മികമായി മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ അവകാശമില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. SFIOയ്ക്ക് പിന്നാലെ EDയും കളത്തിലിറങ്ങി. വരാനിരിക്കുന്നത് കേന്ദ്ര ഏജൻസികളുടെ നീക്കവും തുടർ വിവാദങ്ങളുമാണ്. ഇത് മുന്നിൽ കണ്ടു തന്നെയാണ് CPMന്റെയും പ്രതിപക്ഷത്തിന്റെയും നീക്കം. വിവിയരുൺ, ന്യൂസ് 18 മധുര. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കോൺഗ്രസ് സുപ്രീംകോടതിയിലേക്ക്. ബിൽ പാർലമെന്റ് പാസാക്കിയതിന് പിന്നാലെയാണ് കോൺഗ്രസ് നീക്കം. ബിൽ പാസാക്കിയത് സാമൂഹിക നീതി ലക്ഷ്യമിട്ടുള്ള യാത്രയിലെ നിർണായക നാഴികക്കല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചു. ബില്ലിനെ പിന്തുണച്ചതിൽ ബീഹാറിലെ ഭരണകക്ഷിയായ JDUവിൽ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ്. മുസ്ലിം ലീഗ്, തമിഴ്നാട് സർക്കാർ, ഇപ്പോൾ കോൺഗ്രസ്. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ നിയമ പോരാട്ടത്തിനൊരുങ്ങുന്നവരുടെ എണ്ണം ഏറുകയാണ്. ബില്ലിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്താണ് കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിക്കുക. ഭരണഘടനയ്ക്കെതിരായ ആക്രമണമെന്നാണ് ബില്ലിനെ അപ്പാടെ എതിർക്കുന്ന കോൺഗ്രസിന്റെ നിലപാട്. 13 മണിക്കൂറിലധികം നീണ്ട ചർച്ചയ്ക്കൊടുവിൽ പുലർച്ചെ 2:30 ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയും ബിൽ പാസാക്കിയത്. 128 അംഗങ്ങൾ അനുകൂലിച്ചപ്പോൾ 95 അംഗങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തു. ട്രൈബ്യൂണൽ ഉത്തരവിനെ കോടതിയിൽ ചോദ്യം ചെയ്യാമെന്ന വ്യവസ്ഥയെ സ്വാഗതം ചെയ്ത ജോസ് കെ മാണിയും ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തു. മുനമ്പം വിഷയം കേന്ദ്രീകരിച്ചായിരുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രസംഗം. വഖഫ് നിയമത്തിനെതിരെ നിയമസഭ പാസാക്കിയ പ്രമേയം അസംബന്ധമെന്ന പരാമർശം കേരളത്തിൽ നിന്നുള്ള മറ്റംഗങ്ങളുടെ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി. ഇതോടെ ജോർജ് കുര്യൻ പരാമർശം പിൻവലിച്ചു. വഖഫ് ചർച്ചയിൽ ലീഗ് പതാകയെ പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെ പതാകയുമായും ജോർജ് കുര്യൻ ഉപമിച്ചു. So many MPs, they know that their future will be in darkness. But the prince and princess want to be elected from Wayanad. That is the reason. You might have seen that flag. Which flag is that? That is resembling our this neighbor country's flag itself. That is Muslim League's flag. ബില്ല് നിർണായക നാഴികക്കല്ലെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ശബ്ദവും അവസരം നൽകുമെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചു. അതിനിടെ ബില്ലിനെ പിന്തുണച്ചതിൽ JDUവിൽ പൊട്ടിത്തെറി തുടരുകയാണ്. മുതിർന്ന നേതാവ് മുഹമ്മദ് ഖാസിം അൻസാരി, മുഹമ്മദ് നവാസ് മാലിക് തുടങ്ങിയവർ പാർട്ടി വിട്ടു. നിതീഷ് കുമാർ മതേതരത്വത്തിന്റെ പതാകവാഹനാണെന്ന അചഞ്ചലമായ വിശ്വാസമുണ്ടായിരുന്നുവെന്നും ആ വിശ്വാസം തകർന്നതായും പാർട്ടി വിട്ടവർ പ്രതികരിച്ചു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. വഖഫ് ബില്ലിൽ സ്വീകരിച്ച നിലപാട് ന്യായീകരിച്ച് ദീപികയുടെ മുഖപ്രസംഗം. മറ്റിടങ്ങളിൽ സംഘപരിവാർ ആക്രമണം നേരിടുന്നുവെന്നതുകൊണ്ട്
വഖഫ് നിയമത്തിന്റെ നല്ല വശങ്ങളെ കാണാതിരിക്കാനാകില്ലെന്നാണ് ദീപികയുടെ വിശദീകരണം. ഇതിനിടെ പാർലമെന്റിലെ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നിശബ്ദത ചോദ്യം ചെയ്ത് സുപ്രഭാതം ദിനപത്രവും രംഗത്തെത്തി. ഇന്ന് മുസ്ലിങ്ങളെ കടന്നാക്രമിക്കുന്ന BJP നാളെ ക്രൈസ്തവരെ തേടിയെത്തും. ബില്ലിനെ എതിർത്ത് പാർലമെന്റിൽ ഇടതുപക്ഷവും കോൺഗ്രസും സംസാരിച്ചത് ഇങ്ങനെയാണ്. എന്നാൽ കോൺഗ്രസിനെയും ഇടതുപക്ഷത്തെയും കടന്നാക്രമിക്കുകയാണ് ദീപികയുടെ മുഖപ്രസംഗം. കങ്കാരു കോടതിയുടെ കാവൽക്കാർ ക്രൈസ്തവരെ മതേതരത്വം പഠിപ്പിക്കേണ്ട എന്ന തലക്കെട്ടോടെയാണ് മുഖപ്രസംഗം. ഇരു പാർട്ടികളും മുസ്ലിം പ്രീണനം നടത്തുകയാണെന്നും ആരോപണമുണ്ട്. മറ്റിടങ്ങളിൽ സംഘപരിവാർ ആക്രമണം നേരിടുന്നു എന്നതുകൊണ്ട് വഖഫ് നിയമത്തിന്റെ നല്ല വശങ്ങൾ കാണാതിരിക്കാനാവില്ലെന്നാണ് ദീപികയുടെ വിശദീകരണം. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭിന്നതയും ആശങ്കയും പരത്താൻ ഇടതുപക്ഷവും കോൺഗ്രസും ശ്രമിച്ചെന്നായിരുന്നു ദീപികയുടെ വിമർശനം. പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മൌനം പാലിച്ചെന്നാണ് സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗം. രാഹുൽ ചർച്ചയിൽ സംസാരിക്കാതിരുന്നപ്പോൾ പ്രിയങ്ക പാർലമെന്റിൽ എത്തിയതുപോലുമില്ലെന്ന് സുപ്രഭാതം വിമർശനം ഉന്നയിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. വഖഫ് ഭേദഗതി ബിൽ പാസാക്കിയതിന് പിന്നാലെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നേതാക്കൾ മുനമ്പത്തെത്തി. മുനമ്പം ജനതയുടെ റവന്യൂ അവകാശങ്ങൾ ഉറപ്പാക്കും വരെ BJP ഒപ്പമുണ്ടാകുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മുനമ്പം നിവാസികളായ 50 പേർ BJPയിൽ അംഗത്വമെടുത്തു. വഖഫ് ഭേദഗതി ബിൽ മുനമ്പത്ത് രാഷ്ട്രീയ വിജയമാക്കുകയാണ് BJP. മുനമ്പത്തെത്തിയ സംസ്ഥാന അധ്യക്ഷനും നേതാക്കൾക്കും വലിയ സ്വീകരണമാണ് ലഭിച്ചത്. വേളാങ്കണ്ണി പള്ളിയിലെ സമരവേദിയിൽ പള്ളി വികാരി ഫാദർ ആന്റണി തറയിൽ ഉൾപ്പെടെയുള്ളവർ നേതാക്കളെ സ്വീകരിച്ചു. ഇനി ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുക എന്ന് പറയുന്നത് ഏത് രീതിയിൽ നിയമപരമായിട്ട് ഈ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് വഖഫ് ബോർഡിന്റെ ആസ്തി പട്ടികയിൽ നിന്ന് ഈ സ്ഥലം മാറ്റിയെടുക്കുകയും ഇവിടെ ഞങ്ങൾക്കുണ്ടായിരുന്ന റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ അൾട്ടിമേറ്റ് ഗോൾ, അവസാനത്തെ ആ ലക്ഷ്യം എത്തിച്ചേരുന്നവരെയാണ് ഞങ്ങൾ നിരാഹാരം ഇരിക്കാൻ പോകുന്നത്, ഈ സമരം മുന്നോട്ട് പോകുന്നത്. റവന്യൂ അവകാശങ്ങൾ ഉറപ്പാക്കും വരെ ഒപ്പമുണ്ടാകുമെന്ന് രാജീവ് ചന്ദ്രശേഖറിന്റെ മറുപടി. ഞങ്ങൾ ഇനിയും കൂടെ ഉണ്ടാവും. ഇത് റവന്യൂ അവകാശം കിട്ടണ വരെ ഞങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടാവും. BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളി, അഡ്വക്കേറ്റ് ഷോൺ ജോർജ് തുടങ്ങിയവരും മുനമ്പത്തെത്തിയിരുന്നു. മുനമ്പത്ത് നിന്നും 50 പേർ BJPയിൽ അംഗത്വമെടുത്തു. നിയമസഭ പാസാക്കിയ വഖഫ് നിയമ ഭേദഗതി ബിൽ വിരുദ്ധ പ്രമേയം പ്രതീകാത്മകമായി കടലിലൊഴുക്കി. ന്യൂസ് 18 കൊച്ചി. മുനമ്പത്തെ പ്രശ്നപരിഹാരത്തിന് പോംവഴികളുണ്ടെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. മുനമ്പത്തെ പ്രശ്നപരിഹാരത്തിനായി ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം നടത്തും. ജുഡീഷ്യൽ കമ്മീഷനെ അസാധുവാക്കിയ സിംഗിൾ ബെഞ്ച് വിധി സ്റ്റേ ചെയ്യണമെന്ന സർക്കാരിന്റെ അപ്പീലിൽ ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് തിങ്കളാഴ്ചയുണ്ടാകും. അപ്പീലിൽ വിശദവാദം പിന്നീട് നടക്കും. ജബൽപൂർ ആക്രമണം സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യത്തോട് ക്ഷുഭിതനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മറുപടി പറയാൻ സൌകര്യമില്ലെന്നായിരുന്നു ആദ്യ പ്രതികരണം. നിയമം പോലെ തൃശൂർ സീറ്റ് പൂട്ടിക്കുമെന്ന ജോൺ ബ്രിട്ടാസിന്റെ പരാമർശത്തിനും ക്ഷുഭിതനായിട്ടായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. ചോരക്കണക്ക് കേരളത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ജബൽപൂരിലെ സംഭവത്തിനെ ന്യായീകരിക്കുകയാണോ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമാരാ? ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. പ്ലീസ് ബി കെയർഫുൾ, ബി കെയർഫുൾ. ഏതാ ചാനൽ? ഏതാ ചാനൽ? ബെസ്റ്റ്. സൗകര്യമല്ല പറയാൻ. ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും. പിന്നെ നിങ്ങൾ അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി കേട്ടോ. സുരേഷ് ഗോപിക്ക് മറുപടിയുമായി ജോൺ ബ്രിട്ടാസും. രാഷ്ട്രീയത്തിലും സുരേഷ് ഗോപിക്ക് തിരക്കഥാകൃത്തിന്റെ ആവശ്യമുണ്ട്. നടനകലയിലെ വൈഭവം പ്രകടിപ്പിക്കുന്നതാകും സുരേഷ് ഗോപി. സുരേഷ് ഗോപി പറയുന്നത് BJP പോലും ഗൌരവമായി എടുക്കുന്നില്ല. കാലിക രാഷ്ട്രീയത്തെക്കുറിച്ച് ജനപ്രതിനിധികൾ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി സഭ്യമായി പ്രതികരിക്കാമെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. മുണ്ട എന്നും ജൂദാസ് എന്നും 2 പേരുകളാണ് പറയുന്നത്. അത് ഞാനാണെന്നും പറഞ്ഞിട്ട് സുരേഷ് ഗോപി എന്തിനാ എഴുന്നേറ്റെന്ന് അവർ ചോദിക്കുന്നു.
മൂപ്പർക്ക് പെട്ടെന്ന് അങ്ങ് തോന്നി മൂപ്പറാണ് മുന്ന, മൂപ്പറാണ് ജൂദാസ് എന്ന് തോന്നി. ഇത് മനസ്സിലാക്കി ജോർജ് കുര്യൻ കുറേയും കൂടി ബുദ്ധിപരമായിട്ട് സീറ്റിൽ പതുങ്ങിയിരുന്നു. സുരേഷ് ഗോപി ഒരു നിഷ്കളങ്കനായതുകൊണ്ട് മൂപ്പർ വിചാരിച്ചത് മൂപ്പറെ കുറിച്ചാണ്, അല്ലെങ്കിൽ മൂപ്പർക്കൊരു തോന്നലുണ്ടായി അദ്ദേഹത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞതെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയോ സിനിമകളുടെ പേര് പറയുന്നു, 51 വെട്ടിന്റെ കാര്യങ്ങൾ പറയുന്നു. കേരളത്തിൽ ഒരു സിനിമയെ നിരോധിക്കണമെന്ന് ഞാനും പറയില്ല, ഞാൻ പ്രധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയും പറയുന്നില്ല. ഒരു കേന്ദ്ര സഹമന്ത്രിയാണെന്നുള്ളത് കറക്റ്റാണ്, പക്ഷേ ഗൗരവത്തിലെടുക്കരുത്. അദ്ദേഹത്തിനോട് നമ്മളൊരു സഹാനുഭൂതി നമ്മൾ പ്രകടിപ്പിക്കണം. സ്വന്തം മണ്ഡലത്തിലെ വൈദികനെ ആക്രമിച്ചപ്പോൾ സുരേഷ് ഗോപി മിണ്ടുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സിനിമാ താരത്തോടല്ല ചോദ്യം ചോദിച്ചത്, കേന്ദ്രമന്ത്രിയോടാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. പ്രമുഖ വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലിനെ ഇഡി ചോദ്യം ചെയ്തു. ഗോകുലം ഗോപാലിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും ഇഡി റെയ്ഡ് തുടരുകയാണ്. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 5 ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ, വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിക്കൽ എന്നിവയിലാണ് പരിശോധന നടക്കുന്നത്. 1000 കോടി രൂപയുടെ വിദേശ നാണയ വിനിമയ ചട്ടലംഘനം നടന്നുവെന്നാണ് ഇഡി പറയുന്നത്. നവമി ദിനേശിന്റെ റിപ്പോർട്ടിലേക്ക്. എമ്പുരാന്റെ സിനിമാ വിവാദം കത്തി നിൽക്കെയാണ് നിർമ്മാതാക്കളിൽ ഒരാളായ ഗോകുലം ഗോപാലിന്റെ കീഴിലുള്ള ഗോകുലം ഗ്രൂപ്പിന്റെ ഓഫീസുകളിൽ ഇഡി റെയ്ഡ് നടത്തുന്നത്. തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ഓഫീസുകളിലാണ് റെയ്ഡ്. ചെന്നൈ കോടമ്പാക്കത്തെ ചിട്ടി സ്ഥാപനത്തിലും കൊച്ചിയിലും കോഴിക്കോടുമാണ് പരിശോധന. രാവിലെ മുതൽ തന്നെ പരിശോധന ആരംഭിച്ചു. ഇഡി ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും റെയ്ഡിന്റെ ഭാഗമായിട്ടുള്ള ചിട്ടി ഇടപാടുകളുടെ മറവിൽ ഫെമ നിയമം ലംഘിച്ചുവെന്നും അനധികൃത ഇടപാടുകൾ നടത്തിയെന്നും നേരത്തെ ആരോപണം ഉയർന്നിരുന്നു. 2023 ഏപ്രിലിൽ ഗോകുലം ഗോപാലിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. മറ്റ് ചില സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ആദായ നികുതി വകുപ്പും നേരത്തെ മൊഴിയെടുത്തിട്ടുണ്ട്. കൊച്ചി ഇഡി ഓഫീസിൽ വെച്ചായിരുന്നു അന്നത്തെ ചോദ്യം ചെയ്യൽ. പക്ഷേ എമ്പുരാൻ വിവാദം കത്തി നിൽക്കുമ്പോഴാണ് വീണ്ടും ഈ ഗോകുലം ഗ്രൂപ്പിന്റെ പേരിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ കേസുകളിൽ ഇഡിയുടെ റെയ്ഡ് നടക്കുന്നു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ഗോകുലം ഗോപാലിന്റെ ഓഫീസുകളിലെ റെയ്ഡിന് കാരണം എമ്പുരാൻ സിനിമയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഊണ് കഴിക്കുന്ന എല്ലാവർക്കും ഇക്കാര്യം വ്യക്തമാണെന്നും സതീശൻ പറഞ്ഞു. സിപിഎം പാർട്ടി കോൺഗ്രസ് മധുരയിൽ ആശാസമരത്തോടുള്ള സർക്കാർ സമീപനത്തിൽ സിപിഎം പാർട്ടി കോൺഗ്രസിൽ വിമർശനം. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള സമരത്തോട് ഇങ്ങനെയല്ല ഇടത് സർക്കാർ പ്രതികരിക്കേണ്ടത്. 2 മാസമായിട്ടും സമരം തീർക്കാൻ സർക്കാരിനായിട്ടില്ലെന്നും കരട് രാഷ്ട്രീയ പ്രമേയത്തിലുള്ള ചർച്ചയിൽ പ്രതിനിധികൾ വിമർശിച്ചു. ആശാവർക്കർമാരുമായുള്ള മന്ത്രിതല തുടർ ചർച്ച പ്രതിസന്ധിയിൽ. വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ആശമാർ അറിയിച്ചെങ്കിലും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതുവരെ ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല. എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളെയും ഒന്നിച്ചു കാണാമെന്ന സർക്കാർ നിലപാട് സമരക്കാർ അംഗീകരിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് സൂചന. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള ആശയവിനിമയത്തിന് പിന്നാലെ സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചതോടെ സമരം അവസാനിപ്പിക്കാൻ വഴി തെളിയുന്നു എന്നായിരുന്നു പൊതുവിലുള്ള പ്രതീതി. 3000 മുതൽ 5000 വരെ ആദ്യഘട്ടത്തിലും പിന്നീട് ഘട്ടം ഘട്ടമായി ഓണറേറിയം വർദ്ധിപ്പിച്ച് നൽകുക എന്നതുമായിരുന്നു സമരക്കാരുടെ നിർദ്ദേശം. എന്നാൽ കാര്യങ്ങൾ പഠിക്കാൻ സമിതിയെ നിയോഗിച്ച് ആ സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ മുന്നോട്ടു പോകാനാകൂ എന്നതാണ് സർക്കാർ നിലപാട്. ഇതോടെയാണ് മന്ത്രിതല തുടർ ചർച്ചയ്ക്കുള്ള വഴി അടഞ്ഞത്. വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ആശമാർ അറിയിച്ചെങ്കിലും മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതുവരെ ഒരു അറിയിപ്പും ഇവർക്ക് ലഭിച്ചിട്ടില്ല. ആശാപ്രവർത്തകരുടെ എല്ലാ സംഘടനകളുമായും ചർച്ച നടത്താം എന്നാണ് സർക്കാരിന്റെ നിലപാട്. എന്നാൽ തങ്ങളെ മാത്രമായി സർക്കാർ കേൾക്കണം എന്നാണ് സമരം ചെയ്യുന്ന ആശമാരുടെ നിലപാട്. 2 മാസം പിന്നിട്ടിട്ട് ഇനി ഒരു സമിതിയെ വെച്ച് 3 മാസം കഴിഞ്ഞ് അതൊക്കെ എവിടെ നടക്കുന്ന കാര്യമാണ്? 1000 രൂപയിൽ നിന്ന് 7000 രൂപയായി വർദ്ധിപ്പിച്ചത് ഏത് കമ്മിറ്റി തീരുമാനിച്ചിട്ടാണ്? ഏത് പഠനം നടത്തിയിട്ടാണ്? അതാദ്യം മന്ത്രി വ്യക്തമാക്കട്ടെ. ഏത് സംസ്ഥാനത്താണ് അങ്ങനെ സമിതി വെച്ച് ചർച്ച ചെയ്തിട്ട് കൊടുക്കുന്നത്? അനിശ്ചിതകാല നിരാഹാര സമരം 16ാം ദിനത്തിൽ നിൽക്കവെ നിരാഹാരം തുടരുന്ന ആശമാരുടെ ആരോഗ്യസ്ഥിതി ഡോക്ടർമാർ സമരപന്തലിലെത്തി പരിശോധിച്ചു. കോട്ടയം, ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരാണ് നിരാഹാരമിരിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ലഹരിക്കെതിരെ ഒന്നിച്ച് പോരാടാം. ആലപ്പുഴയിൽ 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയ തസ്ലിമ സുൽത്താന് കേരളത്തിനും തമിഴ്നാടിനും പുറമെ
കർണാടകയിലും ലഹരി വിൽപ്പനയുണ്ടെന്ന് എക്സൈസ്. തസ്ലിമയുടെ കർണാടക തമിഴ്നാട് അഡ്രസ്സിലുള്ള വ്യാജ ആധാർ കാർഡും ഡ്രൈവിംഗ് ലൈസൻസും ന്യൂസ് 18 ലഭിച്ചു. മഹിമ മധു എന്ന പേരിലാണ് കർണാടകയിൽ ഇവർ അറിയപ്പെടുന്നത്. എറണാകുളത്ത് നിന്ന് കാർ എടുക്കാൻ സഹായിച്ച ആളുടെ വിശദാംശങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ജനിച്ചു വളർന്ന കണ്ണൂരിൽ തസ്ലീമ, ചെന്നൈയിൽ തസ്ലീമ സുൽത്താൻ, സിനിമാ ലോകത്തും മട്ടാഞ്ചേരിയിലെ ലഹരി ഗുണ്ടാ മാഫിയകൾക്കിടയിലും ക്രിസ്റ്റീന. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരപ്രകാരം കർണാടകയിൽ മഹിത മധു. സൗത്ത് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ലഹരി വലയിലെ പ്രധാന കണ്ണിയാണ് തസ്ലീമ സുൽത്താന. വിവിധ നാടുകളിൽ വിവിധ ഭാഷ സംസാരിക്കുന്ന എല്ലായിടങ്ങളിലും വ്യാജ ആധാർ കാർഡുകളും ഡ്രൈവിംഗ് ലൈസൻസും ഉൾപ്പെടെയുള്ള വേണമെങ്കിൽ ആളുകളെ കായികമായി തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഗുണ്ടാ പശ്ചാത്തലമുള്ള ഡ്രഗ് ഡീലർ. ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിക്കാണ് എറണാകുളത്ത് നിന്ന് ഹൈബ്രിഡ് കഞ്ചാവുമായി റെന്റേ കാറിൽ ആലപ്പുഴയിലേക്ക് തിരിക്കുന്നത്. കാർ വാടകയ്ക്കെടുക്കുന്ന സ്ഥാപനത്തിൽ അനീഷ് കൃഷ്ണ എന്നയാൾ തസ്ലീമയെ പരിചയപ്പെടുത്തിയത് കർണാടക സ്വദേശിനി മഹിമ മധുവായി. നൽകിയ തിരിച്ചറിയൽ രേഖകളാകട്ടെ കർണാടകയിലെ ഡ്രൈവിംഗ് ലൈസൻസും ആധാർ കാർഡും. വിലാസം ഇങ്ങനെ: TB ഫ്ലാറ്റ് നമ്പർ 902 ഇ ടവർ, മാൻഡവി എമറാൾഡ് എൻഡ് പോയിന്റ് റോഡ്, മണിപ്പാൽ, ഉടുപ്പി. തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ പേരും അഡ്രസ്സും മറന്നു. തസ്ലീമ S 85 4th സ്ട്രീറ്റ്, ഉലകനാഥപുരം, എണ്ണൂർ, കട്ടിവക്കം, തിരുവല്ലൂർ. എറണാകുളം മട്ടാഞ്ചേരിയിലെ ഗുണ്ടാ ലഹരി സംഘങ്ങൾക്ക് ക്രിസ്റ്റീന എന്ന പേര് സുപരിചിതമാണ്. ഫോട്ടോഷൂട്ടിനെത്തിയ മോഡലിനെ 3 ദിവസം മുറിയിൽ കെട്ടിയിട്ട് പീഡിപ്പിച്ച കേസിലെ സംഭവത്തിലെ കാവൽക്കാരിയും മുഖ്യപ്രതികളിൽ ഒരാളുമായിരുന്നു ക്രിസ്റ്റീന. അങ്ങനെ നീളുന്നു കാക്കനാട്ടെ ക്രിസ്റ്റീന റെസിഡൻസി കേന്ദ്രീകരിച്ചുള്ള ക്രിമിനൽ ലഹരി കഥകളുടെ പശ്ചാത്തലം. ലഹരിക്കാർക്കിടയിൽ പുഷെന്നും ബുഷെന്നും അറിയപ്പെടുന്ന കഞ്ചാവ് 6 കിലോ ലഭ്യമായിട്ടുണ്ടെന്നാണ് ആലപ്പുഴയിലേക്ക് വരുന്നതിന് തൊട്ടു മുമ്പുള്ള തസ്ലീമയുടെ വാട്സ്ആപ്പ് ചാറ്റുകളിൽ നിന്ന് ലഭ്യമായ വിവരം. ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ ടൂറിസം കേന്ദ്രങ്ങൾ തന്നെയായിരുന്നു ലക്ഷ്യം. പ്രധാനമായും കായൽ ടൂറിസവും ഹൌസ് ബോട്ടുകളും. പിടിയിലായ ഘട്ടത്തിൽ ചോദ്യം ചെയ്യലിനോട് അധികം സഹകരിക്കാതിരുന്ന തസ്ലീമയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ എക്സൈസിന് തേടേണ്ടതായുണ്ട്. ഫോൺ രേഖകൾ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിന്റെ റിപ്പോർട്ട് ലഭ്യമാകുന്നതോടെ കൂടുതൽ വലിയ സ്രാവുകൾ, സ്വർണത്തേക്കാൾ വിലയുള്ള കഞ്ചാവ് വിൽപ്പനയുടെ കേസിൽ കണ്ണി ചേർക്കപ്പെടുമെന്ന് ഉറപ്പാണ്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ സുഹൃത്ത് സുകാന്ത് സുരേഷിന്റെ അറസ്റ്റ് തടയാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അറസ്റ്റ് തടയേണ്ടതില്ലെന്നും അടിയന്തരമായി പരിഗണിക്കേണ്ടതില്ലെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കി. അറസ്റ്റ് തടയണമെന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം പ്രോസിക്യൂഷൻ എതിർത്തു. മലപ്പുറം മഞ്ചേരിയിൽ 4 SDPI പ്രവർത്തകർ NIA കസ്റ്റഡിയിൽ. SDPI തൃക്കലങ്ങോട് ആനക്കോട്ടുപുറം ബ്രാഞ്ച് സെക്രട്ടറി ഇർഷാദ്, കിഴക്കേത്തല ബ്രാഞ്ച് അംഗം ഖാലിദ്, സെയ്ദലവി, ചെങ്ങര ഷിഹാബ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ടാണ് നടപടി. പുലർച്ചെ 3 മണിയോടെയാണ് കൊച്ചിയിൽ നിന്നുള്ള NIA സംഘം മഞ്ചേരിയിലെത്തിയത്. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു പരിശോധന. 8 അംഗ സംഘമാണ് പരിശോധന നടത്തിയത്. 4 പേരെ കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യാനാണ് കസ്റ്റഡി എന്ന് NIA സംഘം പറഞ്ഞതായി പിടിയിലായ SDP പ്രവർത്തകൻ ഇർഷാദിന്റെ അമ്മ പറയുന്നു. ചെറിയ 4 കുട്ടികളാണ് അവനെ കൊണ്ടുപോകലെന്ന് പറഞ്ഞത്. അപ്പോൾ അവനെ ഞങ്ങൾ കൊണ്ടുപോകട്ടെ, ഞങ്ങളോടെ ഒന്ന് കുറച്ച് ചർച്ച ചെയ്യാണ്ട് അങ്ങനെ അത് മാത്രം പറഞ്ഞിട്ടുള്ളൂ. അവൻ താഴത്ത് വീട്ടിലേന്, ഇവിടെ ഇത് ഞങ്ങളെ തറവാടാണ്. അവരെത്ര ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു? പോലീസ് ഒരു 8 ആളൊക്കെ ഉണ്ടാവും. പിന്നെ വേറെ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. വണ്ടിയിലുണ്ട്. ഓനെ വണ്ടി കയറ്റി വന്നതിന് ശേഷം ഞങ്ങളോട് വന്ന് പറഞ്ഞത്. അതിന് മുമ്പ് ഒരു പറഞ്ഞിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്ത 2 പേർ സ്വർണ്ണപ്പണി ചെയ്യുന്നവരാണ്. എന്നാൽ ആരും SDP-യുടെ മുൻനിര പ്രവർത്തകർ അല്ലെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം. ഇവർ കേസുകളിൽ ഒന്നും ഉൾപ്പെട്ടിട്ടില്ല എന്നും SDP ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നു. ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾക്ക് പിടിയിലായവരിൽ നിന്ന് സഹായം ലഭിച്ചോ എന്നാണ് അന്വേഷിക്കുന്നത്. ന്യൂസ് 18 മലപ്പുറം. നടൻ രവികുമാർ അന്തരിച്ചു.
രാവിലെ ചെന്നൈയിലായിരുന്നു അന്ത്യം. 75 വയസ്സായിരുന്നു. 100ലേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അനുപല്ലവി, അങ്ങാടി, അവളുടെ രാവുകൾ തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. 1970കളിലും 80കളിലും നായക വില്ലൻ വേഷങ്ങളിലാണ് ശ്രദ്ധേയനാകുന്നത്. ശ്രീനിവാസ കല്യാണം, ദശാവതാരം തുടങ്ങിയ സിനിമകളിലൂടെ രവികുമാർ തമിഴകത്തും തിളങ്ങി. ബോളിവുഡ് നടനും സംവിധായകനുമായ മനോജ് കുമാർ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. മുംബൈയിലെ കോകിലാബെൻ ധീരുഭായ് അംബാനി ആശുപത്രിയിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കുറച്ചുനാളായി മനോജ് കുമാറിനെ അലട്ടിയിരുന്നു. ദേശസ്നേഹം പ്രമേയമാക്കിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട നടനാണ് മനോജ് കുമാർ. 1992 പത്മശ്രീയും 2015 ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരവും നൽകി രാജ്യം ആദരിച്ചിരുന്നു. നാളെ രാവിലെ സംസ്കാരം നടക്കും. കേരള സർവകലാശാലയിൽ MBA പരീക്ഷയുടെ ഉത്തരക്കടലാസ് കാണാതായ സംഭവത്തിൽ രജിസ്ട്രാർക്ക് മുമ്പിൽ ഹിയറിംഗിന് ഹാജരായി അധ്യാപകൻ. സർവകലാശാല നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാലക്കാട് സ്വദേശിയായ അധ്യാപകൻ ഹിയറിംഗിന് എത്തിയത്. തിങ്കളാഴ്ച ഇത് സംബന്ധിച്ച റിപ്പോർട്ട് വൈസ് ചാൻസലർക്ക് കൈമാറുമെന്ന് രജിസ്ട്രാർ അറിയിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്ക പട്ടികയിൽ ചില രസകരമായ സംഗതികളുമുണ്ട്. മനുഷ്യവാസമില്ലാത്ത രാജ്യങ്ങൾ പോലും ട്രംപിന്റെ പട്ടികയിൽ ഇടം പിടിച്ചു. ഇതോടെ ഭൂമിയിലെ ഒരിടവും സുരക്ഷിതമല്ലെന്നായിരുന്നു ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ പ്രതികരണം. എല്ലാ രാജ്യത്തിനും പകരച്ചുങ്കം ബാധകമാണെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഇത് കേട്ടതോടെ എന്തിനാണ് തങ്ങൾ പകരച്ചുങ്കം നൽകേണ്ടത് എന്ന് ചില രാജ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അങ്ങനെ ചോദിക്കാൻ മനുഷ്യർ തന്നെ ഇല്ലാത്ത രാജ്യങ്ങളും പകരച്ചുങ്ക പട്ടികയിൽ പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് അന്റാർട്ടിക്കടുത്തുള്ള ഹേഡ് ആൻഡ് മക്ഡൊണാൾഡ്സ് ദ്വീപ്. ഇവിടെ മനുഷ്യൻ കാലുകുത്തിയിട്ട് തന്നെ വർഷം കുറേയായി. ആകെയുള്ളത് കുറച്ച് പെൻഗ്വിനുകൾ മാത്രം. ഓസ്ട്രേലിയയുടെ അധീനതയിലാണ് ഈ ദ്വീപ്. സമുദ്രമാർഗം മാത്രമേ ഇവിടെ എത്താൻ കഴിയൂ. ഓസ്ട്രേലിയക്ക് ചുമത്തിയ 10% പകരച്ചുങ്കത്തിന് പുറമെ ആ രാജ്യത്തിന്റെ അധീനതയിലുള്ള ദ്വീപുകൾക്ക് പ്രത്യേക ചുങ്കവും പ്രഖ്യാപിച്ചിരുന്നു ട്രംപ്. അങ്ങനെയാണ് ഹേഡ് ആൻഡ് മക്ഡൊണാൾഡ്സും പെട്ടത്. 10% തീരുവയാണ് ഈ ദ്വീപുകൾക്ക് ചുമത്തിയിട്ടുള്ളത്. ഇതിനു പുറമെ ഓസ്ട്രേലിയയുടെ കൊക്കോസ് ദ്വീപുകൾക്കും ക്രിസ്മസ് ഐലൻഡ്സിനും 10% വീതം ഇറക്കുമതി തീരുവ ചുമത്തിയിട്ടുണ്ട്. US-ലേക്ക് കയറ്റുമതി ഒന്നുമില്ലാത്ത നോർഫോക്ക് ദ്വീപും പകരച്ചുങ്ക പട്ടികയിലുണ്ട്. 2188 മനുഷ്യർ മാത്രമാണ് നോർഫോക്ക് ദ്വീപിൽ ജീവിക്കുന്നത്. ഇവിടെ 29% തീരുവ. ഭൂമിയിലെ ഒരിടവും സുരക്ഷിതമല്ലെന്നായിരുന്നു ട്രംപിന്റെ നടപടിയോടുള്ള ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിന്റെ പ്രതികരണം. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8,400 രൂപ, പവന് 67,200 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6,920 രൂപ, പവന് 55,360 രൂപ. വെള്ളി ഗ്രാമിന് 106 രൂപ, കിലോയ്ക്ക് 1,06,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ലൈവ് at 6 പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം കാണാം. അനുശ്രീ ചേരും.